പണ്ടൊരിക്കൽ ഞാൻ കേട്ട ഒരു കഥ ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, നിങ്ങളോട് പങ്കുവെക്കാം. ആ കഥ ഇങ്ങനെയാണ്. മാർക്കറ്റിൽ നിന്നും ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്ന ഒരച്ഛൻ അത് കറിവെക്കാനായിട്ട്, അത് പാചകം ചെയ്യാനായിട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അത് കണ്ട കൊച്ചുകുട്ടി, അതായത് ഇദ്ദേഹത്തിന്റെ മകൻ, വന്നിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇനി അച്ഛൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ഇറച്ചി മേടിച്ചുകൊണ്ട് വരണം, അപ്പോൾ നമുക്ക് കറി വെച്ച് എല്ലാവർക്കും ഒത്തിരിച്ചേ കഴിക്കാം. അപ്പോൾ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, ഇത് നീ വിചാരിക്കുന്ന കൂട്ടുള്ള മത്തങ്ങ പോലെയോ അല്ലെങ്കിൽ മീൻ പോലെയോ അല്ലെങ്കിൽ ചീനി പോലെയോ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ വില കൂടിയ ഒരു സാധനമാണ്. ഇത് മൃഗങ്ങളെ വളർത്തി വലുതാക്കി ഒരു പ്രായമെത്തുമ്പോൾ അതിനെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി അതിനെ നമ്മൾ കഴിക്കാനായിട്ടും വാങ്ങിക്കുമ്പോഴാണ് ഇത് ഇറച്ചിയാകുന്നത്. ഇത് സാധാരണ ഒരു കാര്യമല്ല. ഇത് ഒരുപാട് മേടിച്ച് നമുക്ക് കറിവെച്ച് കഴിക്കാൻ ഉതകുന്ന ഒരു കാര്യമല്ല എന്ന് മകനോട് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് വന്ന അവന്റെ അമ്മ ഈ അച്ഛനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തിനാണ് സ്വന്തം മകനെ ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ, കൊല്ലലിന്റെയും മൃഗങ്ങളെ കൊല്ലുന്ന കഥകളും അതും ഇതൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ എന്തിനാണ് പേടിപ്പിക്കുന്നത്? ഇത് ശരിയല്ല. അവൻ വളർന്നു വരുന്ന ഒരു ചെറിയ കുട്ടിയാണ്. ഇപ്പോഴേ അവനെ അങ്ങനെയുള്ള കഥകളൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് കാണിച്ച് ഈ കുട്ടിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം ഞാൻ പണ്ടെങ്ങും ഒരു കഥയിൽ വായിച്ചതാണ്. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ചോദ്യവും ആ സംശയവും ഒക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു അടുക്കള കഥയിലേക്കല്ല. ഈ ജീവിത യാഥാർത്ഥ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ ഒരൊറ്റ ചോദ്യത്തിൽ, ആ കുഞ്ഞിന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയെ നമ്മൾ വളർത്തുന്നത് ഒരു കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു ലോകത്താണ്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പിന്നിലെ അധ്വാനമോ അതിന്റെ കഷ്ടപ്പാടോ ഒന്നും നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിക്കാൻ തയ്യാറാകുന്നില്ല. അത് നമ്മൾ എങ്ങനെയാ നേടിയത് എന്ന്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു പുതിയ ബൈക്ക് എടുത്തെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ടത് വാങ്ങിച്ചു, അത് എവിടുന്ന് പൈസ ഉണ്ടാക്കി, എങ്ങനെയാണ് എനിക്ക് മേടിക്കാൻ പറ്റിയത് എന്നൊന്നും നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നതേ ഇല്ല. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ വണ്ടി വന്നു, അത് എങ്ങനെയോ എത്തിപ്പെട്ടു എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ പോകുന്നതല്ലാതെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടോ അധ്വാനമോ ഒന്നും കുട്ടികളെ ആരും അറിയിക്കാതെയാണ് ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത്. ഇറച്ചി എന്നത് ജീവനുള്ള ഒരു മൃഗത്തിന്റെ ശരീരഭാഗമാണെന്ന് കുട്ടി അറിയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെക്കാൾ ഒരുപക്ഷെ നമ്മൾ അവനിൽ നിന്ന് അത് മറച്ചു വെക്കുമ്പോൾ അവന് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ അജ്ഞതയിലേക്കാണ് അവനെ നമ്മൾ തള്ളിവിടുന്നത്. വേദനകളെയും ദാരുണമായ യാഥാർത്ഥ്യങ്ങളെയും മറച്ചു പിടിച്ച് കേവലം ഒരു ബിസ്ക്കറ്റ് കാണിച്ച് മകനെ അതിൽ നിന്നും വിളിച്ചു കൊണ്ടുപോകുന്ന ആ അമ്മ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ പ്രീതിപ്പെടുത്തലുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രതിരൂപമല്ലേ സത്യത്തിൽ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു വലിയ ഒരു ആഘാതം, ഈ നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു ആഘാതം സംഭവിക്കുമ്പോൾ, ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം കാണിക്കുമ്പോൾ അതിനെ മറയ്ക്കാൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ തന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന രാഷ്ട്രീയ പ്രവർത്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയക്കാരെ കൂട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് സ്ഥിരതയില്ലാതെയുള്ളൊരു, എന്ന് വെച്ചാൽ അവർക്ക് ആരുടെ മുഖത്ത് നോക്കിയും എന്തും പറയാം. അവർക്ക് മലക്കം അറിയാനും സ്വന്തം വാക്ക് മാറ്റി പറയാനും ഒക്കെ ഉള്ള പ്രത്യേക കഴിവുണ്ട്. രാഷ്ട്രീയക്കാരെ ഞാൻ പുച്ഛിക്കുമല്ല, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ അത് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മൃഗങ്ങളെ വളർത്തി വെട്ടി കഷ്ണങ്ങളാക്കി വിൽക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് മനുഷ്യനും. ഇന്നത്തെ വ്യവസ്ഥിതിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ മാർക്കറ്റിന് ആവശ്യമായ രീതിയിൽ മനുഷ്യനെ മാറ്റിയെടുക്കും. അവന്റെ ഉപയോഗം കഴിയുമ്പോൾ അവനെ നിഷ്കരണം തള്ളിക്കളയും. ഇത് തന്നെയല്ല ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മളെ ആവശ്യമുള്ളപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ്, ആവശ്യം നമ്മൾ കഴിയുമ്പോഴോ തള്ളിക്കളയും. അവന്റെ ആവശ്യം എന്താണോ അത് നേടിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പിന്തള്ളപ്പെടും. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ ടോട്ടലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യം പറയുമ്പോഴുള്ള വിഷമത്തെക്കാൾ അത് അറിയാതിരിക്കുമ്പോൾ കിട്ടുന്ന അജ്ഞതയിൽ ജീവിക്കാനാണ്, ആ അജ്ഞത നൽകുന്ന സന്തോഷത്തിൽ ജീവിക്കാനാണ് ഇന്നത്തെ ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരു സത്യം നമ്മൾ വേറൊരാളെ അറിയിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് തന്നെ അവൻ വളരുമോ എന്നുള്ള ചിന്ത. നമ്മൾ സ്വന്തം മക്കളുടെ കാര്യമല്ല ഞാനിപ്പം പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു സത്യം അവിടെ, അല്ലെങ്കിൽ ഇന്നടുത്ത് ഒരു ജോലിയുണ്ട്, ഇന്നടുത്ത് ഒരു വില കുറവുള്ള ഒരു സാധനമുണ്ട്, നിനക്ക് പ്രയോജനപ്പെട്ട ഒരു സാധനമുണ്ട് എന്നും ബാക്കിയുള്ളവരോട് പറയാൻ നമുക്ക് ചിലപ്പോൾ മടിയായിരിക്കും. മനുഷ്യരുടെ കാര്യം ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവന് ആ ജോലി കിട്ടിയാലോ, ചിലപ്പോൾ ആ വസ്തു മേടിച്ച് അവന് നല്ലത് വന്നാലോ എന്നൊക്കെയുള്ള ചിന്ത എല്ലാ മനുഷ്യരും കാണുന്ന ഒരു വൈകൃതം തന്നെയാണ്. ചോദ്യം ചോദിക്കുന്നവരെ ഈ സമൂഹം വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇവിടെ ചോദ്യം ചോദിച്ച ആ കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്ത അച്ഛൻ ഭയപ്പെടുമ്പോൾ സത്യത്തിൽ അവിടെ ജയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ രാഷ്ട്രീയവും ആ ഇപ്പം കാണുന്ന ഈ വ്യവസ്ഥിതിയും ഒക്കെ തന്നെയാണ്. അവിടെ പരാജയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ സത്യം തുറന്നു പറയുന്നവരൊക്കെ നിഷേധികളും സത്യം മറച്ചു വെക്കുന്ന ആൾക്കാരെല്ലാം സ്നേഹനിധികളായ ആൾക്കാരുമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അത്രയേ എനിക്ക് പറയാനുള്ളൂ.
ഈ കഥയിലെ ഈ കുട്ടിയെ പോലെയാണ് നമ്മളിൽ ഓരോരുത്തരും. കൺമുന്നിലെ ആ ഭംഗിയുള്ള കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മളെ ആരും അനുവദിക്കാറില്ല. സത്യങ്ങൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും അവയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇന്നത്തെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റ് കാട്ടി അവരുടെ മനസ്സിലെ സംശയങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ നഷ്ടമാകുന്നത് ഒരു തോൽവിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പില്ലാത്ത കുറെ കുട്ടികളെയാണ്. ഒന്ന് തോറ്റുപോയി കഴിഞ്ഞാൽ അവൻ പാടെ തോറ്റുപോയതായിട്ട് തന്നെ ഇരിക്കും. അങ്ങനത്തെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ആത്മഹത്യ. എന്തെങ്കിലും ഒരു പ്രേമനൈരാശ്യമോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ മൊബൈൽ ഒന്ന് വാങ്ങി വെച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തേക്ക് ഇന്റർനെറ്റ് കട്ടായാലോ ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന ധാരാളം മക്കൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവർ നമ്മളെ വിട്ടു പോയവരാണ്. അവരൊക്കെ നമ്മൾ ഇങ്ങനെ അവരെ പേടിപ്പിക്കാതെ, അവരെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാതെ, അതിന്റെ വരുംവരാഴികൾ പറഞ്ഞ് മനസ്സിലാക്കാതെ നമ്മൾ വളർത്തുന്നതിന്റെ ദോഷഫലങ്ങളാണ് ആ കഥ. ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഈ സമൂഹത്തിലുള്ളവരാണ്. ഈ കഥയിലെ ആ കുഞ്ഞു മകൻ നമ്മളെല്ലാവരുമാണ്. ഈ വളർന്നു വരുന്ന തലമുറയാണ്. അങ്ങനൊരു തലമുറയെ നമുക്ക് വേണ്ട. തോറ്റുപോയാൽ പോരാടി ജയിക്കാൻ കരുത്തുള്ള ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ കഴിവുള്ള ആ കുട്ടികളെയാണ് നമുക്ക് വേണ്ടത്. അവൻ തോറ്റോട്ടെ, അവൻ ജയിക്കും. അവൻ വീണോട്ടെ, അവൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇനി ചിന്തിക്കാം.